അസ്സലാമലൈക്കും. ഇന്നിപ്പോൾ നമ്മുടെ അടുത്ത് 2-3 പുതിയ ഫോണുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്, പരിചയപ്പെടുത്തല്ല, ഇതിലെ ഏതൊക്കെയാണ് പുതിയ മോഡൽ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് തന്നെ പറയാനുള്ളത് A50s ആണ്. A50s എന്ന് പറഞ്ഞത് പുതിയൊരു മോഡൽ തന്നെയാണ്. ഇപ്പോൾ അധികമായിട്ടൊന്നുമില്ല, ഒരു 1-2 മാസത്തിൻ്റെ ഇടയിലായിട്ട് വന്നൊരു പുതിയ മോഡലാണ്. ഇപ്പോഴാണിത് നമ്മുടെ അടുത്ത് ആദ്യമായിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇതിന് പഴയ A50ൻ്റെ അതേ വിലയ്ക്ക് തന്നെ ഉള്ളൂ. ഇതിന് ഏകദേശം ഇപ്പോൾ ഒരു 97 മുതൽ 100 റിയാൽ വരെയൊക്കെയാണ് ഇതിന് വില വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത A50 A50s മാറിയപ്പോണ്ടായ മാറ്റങ്ങൾ പറഞ്ഞാൽ, ഒന്ന് ക്യാമറ കുറച്ചും കൂടി പവർ കൂട്ടി എന്നുള്ളത് തന്നെയാണ്. അതായത് ആദ്യത്തേൽ ക്യാമറ 25 മെഗാ പിക്സലാണ് മെയിൻ ക്യാമറ വന്നിരുന്നത്. ആ സ്ഥാനത്ത് ഇത് 48 മെഗാ പിക്സൽ ഇതിൻ്റെ മെയിൻ ക്യാമറ വരുന്നുണ്ട്. ഓക്കെ, പുറമെ +5+8 ഇതിന് ബാക്ക് 2 ക്യാമറ എക്സ്ട്രാ ഉള്ളത് വരുന്നത്. അതല്ലാതെ പിന്നെ ഫ്രണ്ട് ക്യാമറ ആദ്യത്തേൽ 25 ഉള്ളത് ഇപ്പം 32 ആക്കി മാറ്റിയിട്ടുണ്ട്. പുറമെ അതിൻ്റെ ആദ്യത്തെ പോലെ തന്നെ 128 GB 4 GB ഫോൺ മെമ്മറി, ഇതൊക്കെയാണ് ഇതിലുള്ള കാര്യങ്ങൾ. അതല്ലാതെ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മാറ്റം വന്നത്, ആദ്യത്തേന് ഫിംഗർ പ്രിൻറ്റിന് പല ആളുകളും പല കംപ്ലൈൻറ്റുകളൊക്കെ പറഞ്ഞു. ഫിംഗർ പ്രിൻറ്റ് ശരിക്കും പിടിക്കണില്ല, ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളൊക്കെ ഇതിൽ തീർത്തിട്ടുണ്ടെന്നാണ് ഇത് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ അടുത്തു നിന്നൊക്കെ കിട്ടിയ വിവരങ്ങൾ. അപ്പോൾ അതൊക്കെ തീർന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ A50 ഏറ്റവും ബെറ്റർ ഇപ്പം നിലവിൽ A50s ആണ് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഫോണ്. അപ്പോൾ ഇപ്പം 100 റിയാലിൻ്റെ ചുവട്ടിൽ ഏറ്റവും നല്ല സാംസങ്ങിൻ്റെ ഫോൺ ഏതാണെന്ന് ചോദിച്ചാൽ A50s തന്നെയാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ ആളുകൾക്ക് നല്ലൊരു ഫോണാണ് A50s. അപ്പോൾ ഈ സാധനം നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇട്ടത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾക്ക് പറയാനുള്ള ഗാലക്സിയിൽ A20 അല്ല, A20s കണ്ടിട്ട്, A20 ആദ്യമുള്ള ഒരു മോഡലായിട്ട് അതിനെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. A20s കണ്ടിട്ട് പുതിയൊരു മോഡലുണ്ട്. ഇത് ആദ്യം ഉണ്ടായിരുന്നത് A20 ഇപ്പോൾ A20s പറഞ്ഞിട്ട് ഒരു പുതിയ മോഡൽ വരുന്നുണ്ട്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞത് A20s ഏകദേശം 65 റിയാലിൻ്റെ താഴെയായിട്ടാണ് വില വരുള്ളൂ. അപ്പോൾ ഏകദേശമാണ് കറക്റ്റ് വില അറിയണമെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ വന്നാൽ മതി. അപ്പം ഇത് വരുന്നത് പച്ച കളറിലുണ്ട്. നമ്മളടുത്ത് 2 കളറിലുണ്ട്, ഒന്ന് പച്ച കളറായിട്ടുണ്ട്, ഒന്ന് ബ്ലൂ കളറിലും ഉണ്ട്. ഈ 2 കളറുകളാണ് നിലവിൽ സ്റ്റോക്ക് ഉള്ളത്. ഇതിൽ വരുന്നത് അതേമാതിരി തന്നെ. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ചെറിയൊരു വിലയിൽ ഇപ്പോൾ ഈ 65 റിയാലിനൊന്നും ഇപ്പോൾ ഗാലക്സി ഒരു 3 ക്യാമറ ഉള്ള ഒരു ഫോൺ കൊടുക്കണമല്ല. അപ്പോൾ 3 ക്യാമറ ഉള്ളൊരു ഫോൺ ഗാലക്സിയിൽ ഏറ്റവും വില കുറഞ്ഞത് A20s ആണ് എന്നാണ് എൻ്റെ അറിവിൽ നിലവിലുള്ളത്. ഇതിൽ 32 GB സ്റ്റോറേജും ഉണ്ട്, 3 GB റാം ഉണ്ട്, 8 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ ഉണ്ട്. പിന്നെ പുറമെ 13 മെഗാ പിക്സൽ ബാക്ക് ക്യാമറ +5+8. ഇതൊന്നും കൂടാതെ പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ പുറമായിട്ട് നമ്മളടുത്ത് റെഡ്മിൻ്റെ A3, റെഡ്മി 8 ഇത് രണ്ടും പിന്നെ പുതിയ ആയിട്ട് വന്നത് തന്നെയാണ്. പിന്നെ റെഡ്മി 6 പറഞ്ഞിട്ട് പഴയ ഒരു മോഡലാണ്, അതും ഇപ്പോൾ നിലവിൽ നമ്മളടുത്തുള്ള സ്റ്റോക്കാണ്. പിന്നെ A30s M30s നമ്മൾ ഇതിൻ്റെ മുമ്പേ നമ്മളടുത്തുള്ള ഫോണുകളാണ്, അതുകൊണ്ട് നമ്മൾ അതിനെ പറ്റി പറയണില്ല. അപ്പോൾ ഇത്രയും ഫോണുകളൊക്കെയാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ ഇതിനെ പറ്റിയുള്ളത് നമ്മൾ വീഡിയോ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നേരിട്ട് വന്നോളൂ.